ഇടുക്കി രാമക്കൽമേട്ടിൽ മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പിതാവ് രവീന്ദ്രൻ നായർ. രാത്രിയിൽ മൊബൈലിൽ പാട്ട് വെച്ചതിനാണ് രവീന്ദ്രൻ മകൻ ഗംഗാധരനെ മർദ്ദിച്ചത്. രാത്രിയിൽ മദ്യപിച്ചെത്തിയ മകനും അച്ഛനും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. പിന്നീട് രവീന്ദ്രനും ഭാര്യയും ഉറങ്ങാൻ പോയി. തുടർന്ന് ഗംഗാധരൻ കിടപ്പുമുറിയിലെത്തി കട്ടിലിൽ കിടക്കുകയും മൊബൈൽ ഫോണിൽ പാട്ട് വെക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഇയാൾ പാട്ട് നിർത്താതെ തന്നെ ഉറങ്ങിപ്പോയി. രവീന്ദ്രൻ പലതവണ പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ഉണ്ടായില്ല. ഇതോടെ ഗംഗാധരന്റെ മുറിയിലെത്തിയ രവീന്ദ്രൻ വടികൊണ്ട് ഗംഗാധരന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ നിലത്തു വീണ ഗംഗാധരൻ തലയിൽ നിന്നും രക്തം വാർന്നാണ് മരിച്ചത്. മകൻ ബോധം കെട്ടു വീണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചത് രവീന്ദ്രൻ തന്നെയാണ്. മുറ്റത്ത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോയി മടങ്ങുമ്പോൾ മെറ്റലിൽ തലയിടിച്ചു വീഴുകയായിരുന്നുവെന്നാണ് രവീന്ദ്രൻ നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഓട്ടോ ഡ്രൈവറോടും ആശുപത്രി ഒരു ഡോക്ടറോടും താൻ വടിയെടുത്ത് അടിച്ചിരുന്നതായി പറഞ്ഞതാണ് നിർണായകമായത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വടികൊണ്ട് തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും വ്യക്തമാക്കുന്നു. ഇതോടുകൂടി രവീന്ദ്രനെ കമ്പമെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തൃശൂർ വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു. മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള സർവേ നടപടികൾ